ആശുപത്രിയുടെ പ്ലാറ്റിനം ജൂബിലിയും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ ശതാബ്ദി വർഷ സമാപനവും വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. മൂക്കന്നൂർ MAGJ ആശുപത്രിയുടെ പ്ലാറ്റിനം ജൂബിലിയും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ ശതാബ്ദി വർഷ സമാപനവും വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ബെന്നി ബെഹനാൻ MP ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷെ കേരളത്തിന് ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ ഈ വളർച്ചയുടെ ഉയർച്ചയുടെ അടിസ്ഥാനപരമായ ഘടകം പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മാത്രമല്ല, ഇതുപോലെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ കൂടി ആണ് അതിനെ ഈ പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് ആരോഗ്യ മേഖലയിൽ ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ സംവിധാനത്തെക്കുറിച്ച്, അതിൻ്റെ ക്രമീകരണത്തെക്കുറിച്ച്, അതിൻ്റെ എഫിഷ്യൻസിയെക്കുറിച്ച്, അതിൻ്റെ മാനേജ്മെന്റിനെ കുറിച്ച് എല്ലാം പരാതികൾ ഉണ്ടാകുന്നു. പ്രശസ്തരായ ഡോക്ടർമാർ, വളരെ സർവീസ് സന്നദ്ധരായ പാരാമെഡിക്കൽ സ്റ്റാഫ്, ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷെ പൊതുവെ ഇന്ന് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കൊണ്ടിരിക്കുന്ന പ്രയാസകരമായ കാര്യങ്ങൾക്ക് പലപ്പോഴും പഴിക്കുന്നത് സിസ്റ്റത്തെയാണ്. ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, നിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു സിസ്റ്റത്തിന്റെ തകരാറുമില്ല എന്നതാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കൂടുതൽ സമ്പുഷ്ടമാക്കി മുന്നോട്ട് പോകുന്നത്. അങ്കമാലി എറണാകുളം അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സുപ്പീരിയർ ജനറൽ ഡോക്ടർ ബ്രദർ വർഗീസ് മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. റോജി M. ജോൺ MLA മുഖ്യാതിഥിയായിരുന്നു. ആശുപത്രി ഡയറക്ടർ ബ്രദർ തോമസ് കരോണ്ടുകടവിൽ സ്വാഗതം പറഞ്ഞു. ആശുപത്രിയുടെ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെയും പാരാമെഡിക്കൽ കോളേജിന്റെയും ശിലാസ്ഥാപനവും ചടങ്ങിൽ നടന്നു. ഈ മൂക്കന്നൂരിന്റെ ഹൃദയതാളമായി മാറാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് ഈ ദേശമൊന്നാകെ നിങ്ങളുടെ ഈ ജൂബിലി ആഘോഷത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി പങ്കുചേരുന്നു എന്നുള്ളത്. അതും നിങ്ങളുടെ സേവനത്തിന്റെ ശ്രേഷ്ഠതയും മഹനീയതയുമാണ്. ഈ ആശുപത്രി ഈ നാടിന്റെ ജീവനാഡിയായി വർത്തിച്ചതുകൊണ്ടാണ് ഈ ജനമൊന്നാകെ ഈ ആശുപത്രിയെ നെഞ്ചിലേറ്റുന്നത്.